ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത്. പരമശിവന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് അന്നേ ദിവസം തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത്. ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നൊരു വിശ്വാസം കൂടി നമ്മുടെ ഹൈന്ദവർക്കിടയിലുണ്ട്. പരമശിവന്റെ പിറന്നാൾ ആയതുകൊണ്ട് പരമശിവന് പ്രാധാന്യം നൽകുന്നുവെങ്കിലും കൂടുതൽ പ്രാധാന്യം ആദിപരാശക്തിയായ പാർവതി ദേവിക്കാണുള്ളത്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം തിരുവാതിര വ്രതമാണ്. തിരുവാതിര രാത്രിയിലാണ് പാതിര പൂച്ചൂടൽ അഥവാ ദശപുഷ്പം ചൂടൽ നടക്കുന്നത്. അന്നേ ദിവസം സ്ത്രീകളെല്ലാം ഒത്തുചേർന്ന് തിരുവാതിര കളിച്ചതിന് ശേഷമാണ് പാതിര പൂച്ചൂടൽ ചടങ്ങുകൾ തുടങ്ങുന്നത്. ദശപുഷ്പത്തിലെ ഓരോ പുഷ്പങ്ങൾക്കും വ്യത്യസ്തമായ ഫലങ്ങളാണുള്ളത്. ഇതാണ് ചെറുള. ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ചൂടുന്നതിനുള്ള വിശ്വാസം. യമദേവനാണ് ഇതിന്റെ ദേവൻ. ഇതാണ് മുയൽ ചെവിയൻ. മംഗല്യസിദ്ധിക്കാണ് ഈ പൂ ചൂടുന്നത്. കാമനാണ് ഇതിന്റെ ദേവത. ഇതാണ് പൂവാങ്കുറുനില. ഇത് ചൂടുന്നതിലുള്ള വിശ്വാസം ദാരിദ്ര്യ ദുഃഖം തീരുമെന്നുള്ളതാണ്. ബ്രഹ്മാവാണ് ഇതിന്റെ ദേവൻ. ഇതാണ് കയ്യോന്നി. പഞ്ചപാപങ്ങളും തീരുമെന്നാണ് ഇത് ചൂടുന്നതിലുള്ള വിശ്വാസം. ശിവനാണ് ഇതിന്റെ ദേവൻ. ഇതാണ് തിരുതാളി. ദേവി പ്രസാദത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ പൂ ചൂടുന്നതെന്നാണ് വിശ്വാസം. മഹാലക്ഷ്മിയാണ് ഇതിന്റെ ദേവത. ഇതാണ് കറുക. ആദിത്യനാണ് ഇതിന്റെ ദേവൻ. ആദികളും വ്യാധികളും ഒഴിയുമെന്നാണ് ഇത് ചൂടുന്നതിലുള്ള വിശ്വാസം. ഇതാണ് മുക്കുറ്റി. പാർവതി ദേവിയാണ് ദേവത. ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാലേ ഭർത്തസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതാണ് കൃഷ്ണക്രാന്തി. മഹാവിഷ്ണുവാണ് ദേവൻ. വിഷ്ണുപ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂടുന്നത്. ഇതാണ് ഉഴിഞ്ഞ. അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാലുള്ള ഫലം. ഇന്ദ്രാണിയാണ് ദേവത. ഇതാണ് നിലപ്പന. ഭൂമിദേവിയാണ് ദേവത. പാപങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നതാണ് നിലപ്പന ചൂടിയാലുള്ള ഫലം. അപ്പൊ തിരുവാതിരയുടെ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ.